നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിനുള്ള പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ വിധി എഴുതാൻ പോകുന്നത്. ബീഹാർ, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, ലഡാക്ക്, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അമേഠി, റായ്ബറേലി എന്നീ മണ്ഡലങ്ങൾ തന്നെയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നത്. എന്തായാലും ഈ 2ാം ഘട്ടത്തിലെ മത്സരം അത് യുവനിരയെ കൊണ്ട് വളരെ ശ്രദ്ധേയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ ഗാന്ധി, സ്മൃതി ഇറാനി, ചിരാഗ് പാസ്വാൻ, ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ, വിവാദ നേതാവ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ മകനായ കരൺ ഭൂഷൺ തുടങ്ങിയവർ ഈ ഘട്ടത്തിലാണ് ജനവിധി തേടുന്നത്. രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ, രാജീവ് പ്രതാപ് റൂഡി, ഒമർ അബ്ദുള്ള തുടങ്ങിയ മുതിർന്ന നേതാക്കളൊക്കെ മത്സര രംഗത്തുണ്ട് എങ്കിൽ പോലും മാധ്യമ ശ്രദ്ധ മുഴുവൻ ആകർഷിക്കുന്നത് ഈ യുവനിര തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെയും ചിരാഗ് പാസ്വാന്റെയും ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെയും ഒക്കെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ തിങ്കളാഴ്ച നടക്കാൻ പോകുന്നത്. ഈ യുവനിരയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങിയതും യുവനേതാക്കൾ തന്നെ ആയിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധിയാണ് ഏറ്റവും അധികം പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്നത്. മാത്രമല്ല തേജസ്വി യാദവ്, അണ്ണാമലൈ, അഖിലേഷ് യാദവ് തുടങ്ങിയവരൊക്കെയും ഈ 5ാം ഘട്ടത്തിൽ പ്രചരണ രംഗത്ത് വളരെ സജീവമായി തന്നെ യുവ നേതാക്കൾക്ക് വേണ്ടി കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ 5ാം ഘട്ടത്തിൽ ഒരു യുവജനോത്സവം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നതെല്ലാം യുവ നേതാക്കൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.